മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി തയ്യാറാക്കിയിരിക്കുന്നത് അരി വെച്ചിട്ടല്ല, റവ വെച്ചിട്ടാണ് ഈ ഇഡ്ഡലി തയ്യാറാക്കുന്നത്. അരി കൊണ്ട് തയ്യാറാക്കുന്ന ഇഡ്ഡലിയേക്കാൾ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഇഡ്ഡലി കഴിക്കാൻ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അരി കുതിർത്ത് വെക്കുന്ന ആ ഒരു സ്റ്റെപ്പൊക്കെ നമുക്ക് ഒഴിവാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിന് ആദ്യം സാധാരണ അരി കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഉഴുന്ന് കുതിർത്ത് വെക്കണം. 1 കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഉഴുന്ന് ആദ്യം നന്നായിട്ടൊന്ന് കഴുകി കുറഞ്ഞത് ഒരു 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഉഴുന്ന് അരയ്ക്കുമ്പം ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ചോറ് കൂടി ചേർക്കണം. നമ്മുടെ മട്ടയരിയുടെ ചോറായാലും കുഴപ്പമില്ല, ചോറ് കൂടി ചേർത്ത്, ഇനി ചോറില്ലെന്നുണ്ടെങ്കിൽ അവലായാലും മതി, 1/2 കപ്പ് അവൽ കുതിർത്തി ചേർത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് ഇത് രണ്ടും കൂടെ അരച്ചെടുക്കാം. അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും വേണം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ. 2 കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഉഴുന്നിന് 2 കപ്പ് റവ. ഉഴുന്നെടുക്കുന്നതിൻ്റെ ഇരട്ടി അളവ് വേണം റവ, ഉഴുന്നെടുക്കുന്നതിൻ്റെ പകുതി അളവ് വേണം ചോറും ചേർക്കാൻ. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല, ഏത് റവ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വെള്ളത്തിന് പ്രത്യേകിച്ചൊരു അളവ് പറയുന്നില്ല, സാധാരണ നമ്മൾ ദോശമാവ് ഇഡ്ഡലിമാവും ഒക്കെ കലക്കിയെടുക്കുമല്ലോ, ആ ഒരളവിൽ ചേർത്താൽ മതി. ഇനി റവയിലേക്ക് വെള്ളം പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് അല്പം കൂടി ഇങ്ങനെ കട്ടിയാവും. അപ്പോൾ ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. ഇനി വീണ്ടും ഇതിനെ അടച്ചു വെച്ച് പുളിച്ചു പൊങ്ങാൻ വേണ്ടി ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ മാറ്റി വെക്കാം. സാധാരണ അരി അരയ്ക്കുന്ന അത്രയും സമയം, അരി കൊണ്ട് അരച്ച മാവ് പൊങ്ങാൻ വേണ്ടുന്ന അത്രയും സമയം വേണ്ടി വരില്ല ഇതിന്, അതിൽ കുറച്ച് സമയം മതി. ഇപ്പം നമ്മുടെ മാവ് ദേ കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അരി കൊണ്ട് തയ്യാറാക്കുന്ന മാവിനേക്കാൾ പതഞ്ഞ് പൊങ്ങി വരും റവ കൊണ്ട് മാവ് തയ്യാറാക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മാവ് കണ്ടോ, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടുന്നത്. ഞാനെപ്പോഴും ഇഡ്ഡലി വാഴയിലക്കകത്താണ് ചുടുന്നത്. വാഴയിലയിൽ ഒരല്പം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുത്ത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ രുചികരമായ റവ ഇഡ്ഡലി തയ്യാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.